അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഞാനിന്ന് ജുമായ്ക്ക് ശേഷം ഒരു ഉസ്താദിൻ്റെ ഒരു ക്ലാസ് കേട്ട്. ഇവിടെ ഖത്തറിലാണ്, ഒരു മലയാളിയായിട്ടുള്ളൊരു ഉസ്താദിൻ്റെ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം തോന്നിപ്പോയി. മറ്റൊന്നുമല്ല, പലപ്പോഴും നമ്മൾ ഒരുപാട് ഖുർആൻ ആയത്തുകളും ഹദീസുകളൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ ഉസ്താദ്, പല ഉസ്താദുമാരും ചില സമയത്തൊക്കെ അവതരിപ്പിക്കുന്ന രീതികൾ അങ്ങനെയിട്ടാണ്. ഈ ഉസ്താദ് അവതരിപ്പിച്ചത് അത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖം, ഭാവം, മനസ്സൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് കണ്ട് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിലുള്ള അവതരണമായിരുന്നു ഉസ്താദ്. സാധാരണ നമുക്കറിയാം, പലപ്പോഴും കേട്ടിട്ടുള്ള ഒരായത്തിലോ അൻസൽന ഹാദൽ ഖുർആന അല ജബലിൽ റഅയ്തുഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശ്യത്തില്ല. ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തെങ്ങാനും ഒരു ഈ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്ന, ആണി പോലെ ഉറപ്പിച്ചു നിർത്തുന്ന ഉറച്ച പർവ്വതത്തിൻ്റെ മുകളിലാണെങ്കിൽ ആ പർവ്വതം പോലും പൊട്ടിത്തരിപ്പണായി പോകുമെന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത്, അത് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളതാണ്. ആ പാറയേക്കാൾ ശക്തമാണെങ്കിൽ പോലും നമ്മൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ ഉസ്താദ് പറയുമ്പോൾ പ്രത്യേകത എന്താ വെച്ചാൽ, അവിടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിനെ നോക്കി, പാത്രം നോക്കിയാണ് വിളമ്പിയിരുന്നത്. ഓരോരുത്തരുടെ മുഖം, ഭാവം, അവരങ്ങനെ സ്റ്റക്കായി നിൽക്കുക. ഓരോ കാര്യങ്ങൾ, എന്താണ് ഇൽമ്, ആവശ്യമുള്ള ഇൽമല്ലേ പഠിക്കേണ്ടത്, ആ ഇൽമുകളെ കൊണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സബ്ജക്റ്റാണ്. മാഷാ അല്ലാഹ്. ഞാൻ ആ സമയത്ത് ഓർത്തത്, ആ ഉസ്താദ് ഇത്രയും വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകളുടെ ആ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാഗൂതം വീക്ഷിക്കുന്നൊരു മനസ്സ് ആ ഒരു സമയത്ത് അത്രയും ആളുകളുടെ മനസ്സിലേക്ക് ഉസ്താദിൻ്റെ സംസാരങ്ങളെ കൊണ്ട്, ആയത്തുകളെ കൊണ്ട്, ഹദീസുകളെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എത്ര വലിയ ദൗത്യം ചെയ്തതല്ലേ. അതിൻ്റെ കാരണം, ഉസ്താദ് ഭൗതികമായിട്ട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആത്മീയപരമായിട്ട് അത്യാവശ്യം ഒരു ബാക്കവിയാണ് ഉസ്താദ്. ഉസ്താദിൻ്റെ പേര് പറയുന്ന ഉസ്താദിന് പോലും ഇഷ്ടമല്ല, അത്രയും സൂക്ഷ്മത പാലിക്കുന്ന ഉസ്താദാണ്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്നത്. ഞാൻ ഓർത്തത്, ആ സമയത്ത് ആ ഉസ്താദിൻ്റെ ഉമ്മ എത്ര ഭാഗ്യവതിയാണ്. നൂറുകണക്കിന് ആളുകളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇവിടെ പ്രവാസികളുടെ ഓരോരുത്തരും കേൾക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളിലേക്കല്ലേ ആ മാറ്റം സൃഷ്ടിക്കപ്പെടുന്നത് അല്ലേ. അങ്ങനൊരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്നൊരു നാവാക്കിയിട്ട് ആ ഉസ്താദിനെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉസ്താദിന് ജന്മം നൽകിയ ഉമ്മാക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് അല്ലേ. ഇവിടെയുള്ള അംബാനിയെക്കാളും ലുലുവിൻ്റെ യൂസഫ് അലി സാറിനേക്കാളൊക്കെ മിനിറ്റുകളും സെക്കൻഡുകളും വരുമാനങ്ങൾ വരുന്ന കോടാനക്കോടി സ്വത്തുകളെക്കാളും വലിയൊരു സ്വത്തായിട്ടല്ലേ ആ ഉമ്മാക്ക് ഒരു മകനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ആ ഉമ്മ എത്ര ഭാഗ്യവതിയാണല്ലേ, ആ ഉപ്പ എത്ര ഭാഗ്യവാനാണ്. അങ്ങനെയുള്ള മക്കളെയല്ലേ സൃഷ്ടിക്കേണ്ടത്. അങ്ങനെ ഒരുപാട് നല്ല പണ്ഡിതന്മാരെ സൃഷ്ടിക്കാൻ കഴിയുകയാണെങ്കിൽ, ഭൗതികതയും അതോടൊപ്പമുള്ള ആത്മീയതയും കൂടി ഒരുമിച്ചുള്ള ആ കഴിവുള്ള പ്രതിഭകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഉമ്മമാർ എത്ര ഭാഗ്യവതികൾ, ഉപ്പമാർ എത്ര ഭാഗ്യവാന്മാർ. ഇപ്പോൾ പലപ്പോഴും മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നമ്മൾ പലപ്പോഴും H2+O എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ സൂത്രവാക്യം പഠിപ്പിക്കാൻ കോടാനുകോടി കാശ് ചെലവഴിക്കുമ്പോൾ, ഈ വെള്ളം ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുവാനുള്ളതാണ് എന്നുള്ള ആ മൂല്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നത് ഇത്തരം ആത്മീയ സംരംഭങ്ങളിൽ നിന്നാണ്. രണ്ടും വേണം. അള്ളാഹു അത്രയും നല്ല മൂല്യമുള്ള മക്കളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ഏറ്റവും നല്ല ഇൽമുണ്ടാവേണ്ടത് ഉമ്മമാർക്കാണ്, ഉപ്പമാർക്കാണ്. അള്ളാഹു ആ രൂപത്തിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന മക്കളാക്കി വളർത്താൻ നമുക്ക് സാധിക്കട്ടെ. ആമീൻ.